എന്നാലും കേരള രാഷ്ട്രീയത്തിലെ ഒരു വലിയ പ്രധാനപ്പെട്ട ഏടാണ് ആ സംഭവം. ഇന്നും അത് കൃത്യമായി ഈ കേരള പൊളിറ്റിക്സ് ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ മനസ്സിലുണ്ട്. അന്ന് കെ മാണി, ധനമന്ത്രിയായിരുന്ന കെ മാണിക്കെതിരെ ഉയർത്തിയ പോലുള്ളൊരു മറ്റൊരു ആരോപണം ഇപ്പോൾ പ്രതിപക്ഷം CPIM വിശിഷ്യ അത് UDF സർക്കാരിന് മേലെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് നേരെ ഉയർത്തുന്നുണ്ട്. അന്ന് ധനമന്ത്രി പറഞ്ഞത് ധനമന്ത്രിക്കെതിരെ ഉണ്ടായത് ഈ ബാർ ഉടമകളിൽ നിന്നും പണം കൈപ്പറ്റി എന്നൊരു അഴിമതി ആരോപണമാണ്. പക്ഷേ ഇപ്പോൾ പറയുന്നു, കഴിഞ്ഞ എക്സൈസ് മന്ത്രിയായിരുന്ന MP രാജേഷിന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്, ഈ കർണാടക യാത്ര, മംഗലാപുരത്തെ യാത്ര അത് മുഖ്യമന്ത്രി നടത്തിയത് ഇതിനായുള്ള ഡീലിന് വേണ്ടിയിട്ടാണ്, എത്ര കിട്ടി എന്ന് മുഖ്യമന്ത്രി പറയണം എന്നൊക്കെയുള്ള വിമർശനം MP രാജേഷ് നടത്തിയത് ഈ ബജറ്റ് പ്രസംഗം നടന്ന് അതിലെ പ്രഖ്യാപനം വന്നതിന് തൊട്ട് പിന്നാലെയാണ്. അന്ന് ഉയർന്നു കേട്ട ആ കമ്പനി, ബക്കാഡി എന്ന കമ്പനി, ആ കമ്പനിയുമായി ബന്ധപ്പെട്ട കത്തുകളും അതുമായി ബന്ധപ്പെട്ട ഡീലുകളും ഒക്കെ തന്നെ വലിയ വിവാദമായി ഇരുപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ബക്കാഡിയുമായുള്ള ചർച്ച, അതെങ്ങനെ ഇപ്പോഴും വിവാദങ്ങളിൽ പെടുന്നു എന്നുള്ളത് നമുക്കൊന്ന് വിശദമായി നോക്കാം. എന്തായാലും ആ ചർച്ച ഇന്നലെ തുടങ്ങിയതല്ല, അതിന് ഒരു വലിയ ചരിത്രമുണ്ട്. ആ ചരിത്രത്തിലേക്കാണ് നമ്മൾ പെട്ടെന്ന് പോകുന്നത്. 18 വർഷങ്ങൾക്ക് മുമ്പ് 2008 ആ സമയത്താണ് ഈ ബക്കാഡി കമ്പനി അന്നത്തെ ഗവൺമെന്റ്, അന്നത്തെ സർക്കാരായിരുന്ന VS സർക്കാരിലേക്ക് ഒരു കത്തയക്കുന്നത്. അതാണ് ഏറ്റവും ആദ്യത്തെ ഇതുമായി ബന്ധപ്പെട്ട ഒരു നീക്കം എന്ന് പറയുന്നത്. 2018 ഒരു പ്രപ്പോസൽ VS സർക്കാർ അംഗീകരിച്ചതായിട്ട് സർക്കാർ രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. 2018 ഇനി അതിൽ ഒരു തുടർ നടപടി വേണം എന്ന രീതിയിൽ നികുതി സെക്രട്ടറി എക്സൈസ് കമ്മീഷണർക്ക് കത്ത് നൽകുന്നത് തൊട്ട് പിന്നാലെയാണ്. അപ്പോൾ ബക്കാഡി അന്ന് VS സർക്കാരിലേക്ക് ഒരു കത്തയക്കുന്നു. അതിൽ പിന്നീട് നടന്നൊരു തുടർ നടപടി എന്ന് പറയുന്നത് അതിലൊരു വീണ്ടും മുന്നോട്ട് പോകേണ്ടതുണ്ടോ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നികുതി സെക്രട്ടറിയാണ് എക്സൈസ് കമ്മീഷണർക്ക് കത്ത് നൽകുന്നത്, അതിൽ ഏത് നികുതി ഘടന നിശ്ചയിക്കണം എന്നത് സംബന്ധിച്ച്. പക്ഷേ വീര്യം കുറഞ്ഞ മദ്യത്തിൽ ചട്ടം ഭേദഗതി LDF സർക്കാർ വരുന്നെങ്കിലും ആ ചട്ടത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ചില വസ്തുതകളാണ് ഇപ്പോഴത്തെ വാദങ്ങൾക്കും പ്രതിവാദങ്ങൾക്കും ഒക്കെ തന്നെ കൂട്ടുപിടിക്കുന്നത്. അതെന്താണെന്ന് കൂടി നോക്കാം. അതായത് നികുതി ഘടന പ്രഖ്യാപിക്കാതെ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാം എന്നൊരു തീരുമാനത്തിലേക്കാണ് അന്ന് LDF സർക്കാർ പിന്നാലെ എടുത്ത തീരുമാനം. വീര്യം കുറഞ്ഞ മദ്യത്തിനായി ഫയൽ നീക്കം അതിവേഗം നടന്നു എന്നൊരു ആരോപണം ഇവിടെ ഉയർത്തുന്നുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് പ്രത്യേകമായി ഒരു നികുതി സ്ലാബ് ഇല്ല. അതായത് വീര്യം കൂടിയ മദ്യം എങ്ങനെ വിൽക്കുന്നോ, എത്രമാത്രം നികുതിയിൽ വിൽക്കുന്നോ അതേ നികുതിയിൽ വീര്യം കുറഞ്ഞ മദ്യവും വിൽക്കണം എന്ന രീതിയിലായിരുന്നു അന്നത്തെ ഈ ചട്ട ഭേദഗതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകമായി ഒരു ടാക്സ് സ്ലാബ് അന്ന് ഉണ്ടാക്കിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇനി നികുതി ഇളവ് വേണം എന്ന രീതിയിലുള്ള ഒരു ആവശ്യം പിന്നീട് വീണ്ടും ബക്കാഡി ഉയർത്തുന്നുണ്ട്. നികുതി ഇളവ് വേണം, എങ്കിൽ മാത്രമേ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന ഒരു ആവശ്യം പിന്നീട് ഉന്നയിക്കപ്പെടുന്നു. 2023 ഫെബ്രുവരി 27 ആ ഫയൽ തുറക്കുന്നുണ്ട് എന്ന കാര്യം ഈ രേഖകളിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട്. LDF സർക്കാരിന്റെ കാലത്ത് 93 തവണ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഫയൽ നീക്കം നടത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിപ്പോൾ വലിയ രീതിയിൽ കോൺഗ്രസും ഒപ്പം UDFന്റെ മറ്റ് കക്ഷികളുമൊക്കെ LDFനെതിരെ ആയുധമായി ഉപയോഗിക്കുന്നുമുണ്ട്. 2024 2 വർഷം മുൻപ് 2024 മാർച്ച് 6 അന്നത്തെ ധനമന്ത്രിക്ക് മുന്നിൽ വീണ്ടും ഈ ഫയൽ എത്തുന്നുണ്ട്. ഇളവ് നൽകേണ്ട, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇളവ് നൽകേണ്ട എന്ന നിലപാടിൽ വീണ്ടും സർക്കാർ എത്തുന്നു. അതായത് വീര്യം കുറഞ്ഞ മദ്യത്തിന് പ്രത്യേകമായ ഒരു ടാക്സ് ഫിക്സേഷൻ വേണ്ട, ടാക്സ് സ്ലാബ് വേണ്ട, അത് നേരത്തെ ഉള്ളതുപോലെ തന്നെ പോകട്ടെ എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ വീണ്ടും എത്തുന്നു. UDF വന്നതോടെ ഈ ഫയൽ നീക്കം വേഗത്തിൽ നടക്കുന്നു. അതാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന അന്നത്തെ സർക്കാരിന്റെ ഭാഗമായ CPM മറ്റ് LDFലെ ഘടകകക്ഷികളും ഇപ്പോൾ ഉയർത്തുന്നത്. ഇപ്പോൾ എന്തുകൊണ്ട് ഫയൽ നീക്കത്തിന് ഇത്രമാത്രം വേഗമുണ്ടായി എന്ന ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. സത്യപ്രതിജ്ഞ നമുക്കറിയാം, പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ അത് മെയ് 18 നടന്നത്. മെയ് 19 ആ ഫയൽ വീണ്ടും തുറന്നിട്ടുണ്ട്. മെയ് 21 മുഖ്യമന്ത്രിക്ക് മുന്നിൽ ആ പ്രപ്പോസൽ എത്തുന്നുണ്ട്. ജൂൺ 19 ആദ്യ ബജറ്റ് പ്രസംഗത്തിൽ തന്നെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഒന്നായി മുഖ്യമന്ത്രി VD സതീശൻ ഇത് ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അതാണ് ഇപ്പോഴത്തെ വിവാദം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഫയൽ നീക്കം സംബന്ധിച്ചാണ്. ഇപ്പോൾ UDF പറയുന്നു, നേരത്തെ തന്നെ ബക്കാഡിയുമായി ബന്ധപ്പെട്ട ഫയൽ നീക്കം വളരെ വേഗത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷേ LDF പറയുന്നു, CPM പറയുന്നു, ഈ സർക്കാർ വന്ന ശേഷം ഒരു മാസത്തിൽ തന്നെ എങ്ങനെയാണ് ഇത് ബജറ്റിലേക്ക് എത്തുന്ന രീതിയിലേക്ക് മാറിയത്, അപ്പോൾ ഫയൽ നീക്കം വേഗത്തിലുണ്ടായത് ഇക്കാലത്താണ് എന്നുകൂടി പറയുന്നു. അതാണ് മറ്റൊരു വിവാദം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.